ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മടിക്കേരി ട്രിപ്പ് പോയിട്ട് അതിൻ്റെ പാർട്ട് 2 ആണ് ഇടുന്നുള്ളത്. അതിന് ശേഷമുള്ള കുറേ വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ടായിന്. ഈ ഒരു ക്ലിപ്പ് എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ടായതാണ് ഇത്രയും ലേറ്റ് ആവാൻ കാരണം. ഇതിൽ അടിപൊളി അഡ്വഞ്ചേഴ്സെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു സ്പോട്ടാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോ അങ്ങനെ മൊത്തത്തിൽ കണ്ടോക്ക്. ഏകദേശം മടിക്കേരി ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ അപ്പം എത്തുമ്പോൾ ഈ ഒരു എസ്കേപ്പ് വൈൽഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ എന്തായാലും കയറണം. ഇതുപോലെ എനിക്ക് അഡ്വഞ്ചേഴ്സ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റാണ്, നിങ്ങൾ പോകേണ്ട സ്ഥലം തന്നെയാണത്. റോഡ് നമുക്കിത് അങ്ങ് അത്ര പെട്ടെന്ന് കാണുന്നില്ല. ഈ ഒരു ബോർഡ് ഇങ്ങനെ കാടിൻ്റെ ഇടയിലായിട്ടല്ല വരുന്നത്. നമ്മിങ്ങനെ ജസ്റ്റ് ഇതൊന്ന് പാസ്സായിട്ട് പിന്നെ ഇങ്ങനെ പങ്ങള മോള് പറഞ്ഞ അവിടെ ഒരു സ്ഥലം, അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ടെന്ന് അങ്ങനെ നമ്മിങ്ങനെ കയറി നോക്കിയതാണ്. പക്ഷേ ഇല്ലേ, നമ്മുടെ വന്നിട്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു സംഭവം കൂടെ ഉണ്ടെന്ന് മനസ്സിലായത്. പക്ഷെ ആ കയറുന്ന ടൈമിലും വിചാരിച്ചത് എന്തെങ്കിലും ഉണ്ടാവുമോ, ആ ഒരു ടൈമിലും അങ്ങനെ ആ ഒരു കാണുമ്പോൾ ഇത്രയ്ക്കും ഇതിൻ്റെ ഉള്ളിൽ വിശാലമായിട്ട് ഈ ഒരു അടിപൊളിയായിട്ട് ഉണ്ടെന്നൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടാണ്. ഈ ഒരു ഊഞ്ഞാലില്ലേ, അതപ്പുറത്ത് നമ്മൾ പോകുന്നിടത്തെല്ലാം റോഡിൻ്റെ സൈഡെല്ലാം കാണുന്നുണ്ട്. അത് അത്ര നമുക്കൊരു പ്രൈവറ്റ് ഫീൽ ആകുന്നില്ല. പക്ഷെ ഇവിടെ എത്തിയിട്ടാകുമ്പോൾ നമുക്ക് എല്ലാം ഒരു എന്താ പറയണ്ട, ഭയങ്കര ഒരു സേഫായിട്ട് തോന്നി. അപ്പം ഇത് എൻ്റെ പെങ്ങളെ മോളും എൻ്റെ മോളുമാണ് ഇരുന്നിട്ടുള്ളത്. ഇത് ഈ ഒരു മേലെ ഇങ്ങനെ എത്തിയിട്ടാകുമ്പോഴേ നമ്മളെ ഒന്ന് ചെറുതായിട്ട് പേടിപ്പിച്ച് അതിൻ്റെ പിന്നെ ബെൽറ്റ് ഊരി എന്നെല്ലാം പറഞ്ഞിട്ട് അതാണ് നമുക്ക് ഈ ഫുള്ള് വീഡിയോ കിട്ടാത്തത്. പ്രാങ്ക് ആക്കിയതാണ് നമ്മൾ. ഇത് എൻ്റെ മോളും എൻ്റെ പെങ്ങളെ മോളുമാണ്. ഓര് നല്ല അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ആക്കിയിട്ടുണ്ടായിന്. അവിടെ നമുക്ക് കയറിയെടുത്ത് തന്നെ അല്ലേ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെല്ലാം ഉണ്ട്, അതിന് എത്ര പ്രൈസാണ്, പിന്നെ നമുക്കത് ഇഷ്ടമുള്ളതിൽ അവരോട് പറഞ്ഞിട്ട് നമുക്ക് ഒരു കാർഡ് വാങ്ങുന്നത് അങ്ങനെ എന്തോ സംഭവം തോന്നുന്നത്. നമ്മൾ പോയ ടൈമിലല്ലേ ഇത് തുടങ്ങിയിനെത്ര, അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടാ, വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടാ. ഇൻഷാ അല്ലാഹ് ഒന്നും കൂടി പോകണമെന്നുണ്ട് ഇവിടെ. ഇനിയും കുറേ കാര്യങ്ങളെല്ലാം അവിടെ വരാനുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജില്ല, അതിൻ്റെ പണി നടക്കുന്നുണ്ട് അതിന്. അപ്പം അത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. അതിന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അത് അടുത്തത് സിബ് ലൈന്. എൻ്റെ മോള് എന്നെ പോലൊന്നുമല്ല, മാഷാ അല്ലാഹ് ഇത് എൻ്റെ മോളാണ് അന്നു. ഓൾക്ക് എല്ലാത്തിലും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പേടിയുണ്ട്, ഓൾ പറയലുണ്ട് പേടിയില്ല എന്നല്ല, എന്നാലും ഇങ്ങനെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലതാണ്. നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം എന്നല്ലേ. പക്ഷെ എനിക്ക് തീരെ ധൈര്യമില്ല. ഇതുപോലെ പോകുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ആ പോകുന്ന ആൾക്ക് ധൈര്യമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അതുമല്ല തിരിച്ചിട്ട് വരണ്ടേ, അതേപോലെ തന്നെ തിരിച്ചിട്ട് വരും വേണം. എന്തായാലും ഞാൻ ഇതുപോലെ എങ്ങനെയെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് പിന്നെ കാട്ടിൻ്റെ ഇടയിൽ കൂടിയിട്ട് നടന്നിട്ട് വരണമായിരിക്കും. അതാണ് എനിക്ക് പേടി. അങ്ങനെ എൻ്റെ പെങ്ങളെ മോള് ഷെയ്മ ഓളും പോയിട്ടുണ്ട് അതിന് സിബ് ലൈനിൽ. ഓരുണ്ടാവും മാത്രമാണ് സിബ് ലൈനിൽ കയറിയത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസിൻ്റെ ബ്രിഡ്ജ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ ഒരു ടൈമിൽ അത് ഓപ്പൺ ആയിട്ടുണ്ടായിട്ടാ. അങ്ങനെ ആടുന്ന് നമ്മൾ പിന്നെ നേരെ പോയിട്ടുള്ളത് ഫുഡ് കഴിക്കാനാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. സാറ അറേബ്യൻ മന്തി കിട്ടുന്ന സ്ഥലമാണ്. മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അതിൻ്റെ ആ ഒരു ചിക്കൻ ആയാലും എല്ലാം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നല്ലൊരു സ്പെഷ്യൽ മന്തി തന്നെയാണ് ഉണ്ടായത്. കുറേ ടൈപ്പ് മന്തി ഉണ്ടായിനവിടെ. നമ്മൾ സ്റ്റാർട്ടറായിട്ട് ലോലിപോപ്പില്ലേ, ചിക്കൻ ലോലിപോപ്പ്, അത് മേങ്ങിയിട്ടുണ്ടായിന്. നമ്മൾ ഇതുപോലെ മജ്ലിസ് ഇല്ല ആടെയാണ് ഇരുന്നിട്ടുണ്ടായത്. മാഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ആക്കിയിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിന്. നമ്മൾ മജ്ലിസ് ഇരിക്കാൻ വേണ്ടിയിട്ട് എടുത്തതുകൊണ്ട് തന്നെ അതും തന്നെ സൈഡ് കടത്താനുള്ള നല്ല സ്ഥലമെല്ലാം ഉണ്ടായിന്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടാ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ ഇതുപോലെ ഈ ഹാൻഡ് മെയ്ഡ് സംഭവങ്ങളെല്ലാം അവിടെ കുറേ ഉണ്ടത്. അങ്ങനെ അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി. അങ്ങനെ നമ്മൾ ഇപ്പോൾ നേരെ എത്തിയിട്ടുള്ളത് ആനനെ കാണാൻ വേണ്ടിയിട്ടാണ്. ബോട്ടിൽ പോയിട്ട് ആനനെ കാണുന്ന സ്ഥലമില്ലേ, കുശാൽ നഗർ പോകുന്ന വഴിക്ക് അവിടെയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നമ്മൾ എത്തിയത് കുറച്ച് ലേറ്റായി പോയി. നമ്മൾ 2 വട്ടം വന്നിട്ടാകുമ്പം ഇതേപോലെ തന്നെയാണ് സംഭവിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങോട്ടേക്ക് വരണം. ഇത് 5 മണിയാകുമ്പോൾ ക്ലോസ് ആണ്, അങ്ങനെയാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ പിന്നെ വെറുതെ അവിടെ ഇങ്ങനെ കുറച്ച് സമയം നിന്നിട്ട് പിന്നെ നമുക്കിങ്ങനെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഈ ഒരു സ്ഥലത്ത്. ഫുഡിൻ്റെ കുറേ സ്ഥലമെല്ലാം ഉണ്ടായിന്. പിന്നെ ഇങ്ങനത്തെ എന്താ പറയണ്ട ചോളം അങ്ങനത്തെ എന്തെല്ലാം സംഭവങ്ങളുണ്ടായിന്.
പോപ്കോൺ അങ്ങനെ അതെല്ലാം മേങ്ങി അതെല്ലാം തിന്ന് എന്നിട്ട് പിന്നെ കുറച്ച് സമയം ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തിട്ടായിട്ട് പിന്നെ നമ്മൾ നേരെ പുരയിലേക്ക് മടങ്ങി. പോകുന്ന ബൈക്കായിട്ട് നല്ല കോഫി കിട്ടുന്ന സ്ഥലം ഉണ്ടായിന്. നല്ല കോഫിയാണ് മടിക്കേരി, പിന്നെ ആ കോഫീൻ്റെ തന്നെ സ്ഥലമല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല കോഫിയാണ് അവിടെ നിന്ന് കുടിച്ചത്. മുന്നേ കുടിച്ചതും അടിപൊളി കോഫി തന്നെയാണ്. മടിക്കേരിയിലാകുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ എത്ര വെയിലുണ്ടെങ്കിലും ആ വെയിലിനൊരു കാര്യം ഉണ്ടായില്ലല്ലോ. നല്ലൊരു തണുപ്പല്ല, ചെറിയൊരു കാറ്റും. അവിടെ പിന്നെ എത്ര നടന്നാലും നമുക്ക് ഒരു മടിക്കില്ല, അത്രയ്ക്ക് രസമല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു കോഫി കുടിച്ച സ്ഥലത്ത് പുള്ളന്മാരെല്ലാം പുറത്തിറങ്ങിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഉണ്ടായിന്. ആ ഒരു വെയിലെല്ലാം പോയിട്ട് ഒരു 7-6 മണി ആ ഒരു ടൈമിലെല്ലാം നല്ല കാറ്റും നല്ല രസം ഉണ്ടായിന്. കുറച്ച് സമയം നമ്മൾ അവിടെ ഇങ്ങനെ ഉണ്ടായിന്. പിന്നെ അങ്ങനെ നേരെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒറോട്ടി അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അവിടെ അങ്ങനെ ഫുഡും കഴിച്ചിട്ട് നേരെ പുരയിലേക്ക്.